ഹായോട് എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ മോക്ക് ടെസ്റ്റ് ആണ്. അതായത് മെയിൻസിനും പ്രിലിംസിനും വരാൻ സാധ്യതയുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരം ഇപ്പോഴത്തെ PSC പരീക്ഷയുടെ നിലവാരത്തിനൊത്ത് എത്തിയോ എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ഒരു ഡാഷ് സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. 14-ാം നൂറ്റാണ്ടില് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്ത ഒരു ഡാഷ് സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. 1 ഗ്രീസ്, 2 ഈജിപ്റ്റ്, 3 മൊറാക്കോ, ഡി ഇറ്റലി. ആൻസർ ഏത് വരും? ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഏതാണ്? മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 പ്രസ്താവന തന്നിട്ടുണ്ട്. പ്രസ്താവന എയും പ്രസ്താവന ബിയും. ഒന്നാമത്തെ പ്രസ്താവന, ഫിഡെ സംഘടിപ്പിക്കുന്ന 44-ാമത് ചെസ് ഒളിമ്പ്യാഡ് ചെന്നൈയിൽ നടന്നു. ഫിഡെ സംഘടിപ്പിക്കുന്ന 44-ാമത് ചെസ് ഒളിമ്പ്യാഡ് ചെന്നൈയിൽ നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, 44-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം തമ്പിയാണ്. മുകളിലുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? നോക്ക്, 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. രണ്ടും ചെസ് ഒളിമ്പ്യാഡിനെ പറ്റിയിട്ടാണ്. ഫിഡെ സംഘടിപ്പിക്കുന്ന 44-ാമത് ചെസ് ഒളിമ്പ്യാഡ് ചെന്നൈയിൽ നടന്നു. ശരിയായ പ്രസ്താവനയാണ്. ദെൻ 44-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക ചിഹ്നം തമ്പിയാണ്. തമ്പി എന്ന കുതിരയാണ്. സോ അതും ശരിയാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലാമണി അമ്മയുടെ കൃതികളാണ്. 1 മാതൃഹൃദയം, ദെൻ 2 കുരുക്ഷേത്രം, 3 കളിക്കൊട്ട, 4 മുത്തശ്ശി. ഓക്കെ, ആൻസർ ബാലാമണി അമ്മ എന്ന് പറയുമ്പോൾ തന്നെ മാതൃത്വത്തിന്റെ കവയിത്രിയാണ് അല്ലേ? അപ്പോൾ മാതൃഹൃദയം ഉണ്ട്, ദെൻ കളിക്കൊട്ട ഉണ്ട്, ദെൻ മുത്തശ്ശി ഉണ്ട്. അതായത് 1, 3, 4 എന്നിവ ബാലാമണി അമ്മയുടെ കൃതികളാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീണ്ട കരയുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുക്കുക. നീണ്ട കരയുമായി ബന്ധപ്പെട്ടവയാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഒന്നാമത്തത്, ഇതിന്റെ പുരാതന നാമം നെൽക്കിന്ത എന്നായിരുന്നു. നീണ്ടകരയുടെ പഴയ പേര് നെൽക്കിന്ത എന്നായിരുന്നു. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ആണ് നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ആണ് നീണ്ടകര. ദെൻ മൂന്നാമത്തത്, ഇൻഡോസിസ് പദ്ധതിയുടെ ആസ്ഥാനമാണ് നീണ്ടകര. ഇൻഡോസിസ് പദ്ധതിയുടെ ആസ്ഥാനമാണ് നീണ്ടകര. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് നീണ്ടകരയുമായി ബന്ധപ്പെട്ടത്? ഒന്നാമത്തത് നെൽക്കിണ്ട, ദെൻ അടുത്തത് ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. എന്നാൽ ഇൻഡോസിസ് പദ്ധതിയുടെ ആസ്ഥാനമല്ല ഏത്? നീണ്ടകര. ഇൻഡോ നോർവീജിയൻ പദ്ധതിയുടെ ആസ്ഥാനമാണ് ഏത്? നീണ്ടകര. സോ ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അന്താരാഷ്ട്ര നാണയനിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് അന്താരാഷ്ട്ര നാണയനിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്തെ പ്രസ്താവന, 1944 ഇത് സ്ഥാപിതമായത്. 44-ലാണോ സ്ഥാപിതമായത്? ആണ്. സോ ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC-യിലാണ്. ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC-യിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദെൻ ഇതിനകത്തുള്ള അംഗരാജ്യങ്ങളുടെ എണ്ണം 144 ആണ്. ഈ പ്രസ്താവന ശരിയാണോ? 144 അംഗങ്ങളാണോ ഉള്ളത്? ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സോ 190 രാജ്യങ്ങളാണ് എവിടെയുള്ളത്? IMF-ൽ അംഗങ്ങളായിട്ടുള്ളത് നിലവില്. ദെൻ അടുത്തത്, ഗീതാ ഗോപിനാഥ് ആണ് ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ഗീതാ ഗോപിനാഥ് ആണ് ആദ്യത്തെ IMF-ന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. അപ്പൊ അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടത്തെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 എന്നിവയാണ്. സോ ഇവിടത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറാമത്തെ ചോദ്യം. 1957 രൂപീകരിച്ച കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? 1957 രൂപീകരിച്ച കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാന്നുള്ളതേ ഉള്ളൂ. കണ്ണൂറുണ്ട്, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്. 1, 2, 4 എന്നിവ എന്താണ്? 1957 രൂപീകരിച്ച കേരളത്തിലെ ജില്ലകളാണ്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ എന്നാണ് ഫോം ചെയ്തത്? 1949 ജൂലൈയിലാണ് ഏത് ഫോം ചെയ്തത്? തൃശ്ശൂർ ജില്ല ഫോം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരത്തില് ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ, ബി ലാല അമർനാഥ്, സി പോളി ഉംറിഗർ, ദെൻ ഡി കപിൽ ദേവ്. ആരാണ് ആൻസർ? ഡബിൾ സെഞ്ചുറി നേടുന്ന ടെസ്റ്റ് മത്സരത്തിലെ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, പോളി ഉംറിഗർ ആണ്. പോളി ഉംറിഗർ ആണ്. ദെൻ ശകുന്തള ദേവിയെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് എക്സ് ആണ് പ്രസ്താവന. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിയാണോ? ശകുന്തള ദേവിയെ പറ്റി ശരിയായ പ്രസ്താവനയാണ്. ദെൻ ഫിഗറിംഗ് ദി ജോയ് ഓഫ് നമ്പേഴ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശകുന്തള ദേവിയാണ്. ശരിയായ പ്രസ്താവനയാണ്. ദെൻ ദ വേൾഡ് ഓഫ് ഹോമോസെക്ഷൽസ് എന്ന പുസ്തകം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശകുന്തള ദേവിയാണ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തില് ഏറ്റവും വേഗതയേറിയ ഗ്രഹം. ഓപ്ഷൻ എ ബുധൻ, ബി ചൊവ്വ, സി ശുക്രൻ, ദെൻ ഡി നെപ്റ്റ്യൂൺ. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബുധനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഏതാണ്? ബുധനാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഒന്നാമത്തെ വെള്ളച്ചാട്ടം നദി, അത് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തേത് ജോഗ് വെള്ളച്ചാട്ടം. ഏതാണ് താഴെ പറയുന്നവയില് ഏത് ശരിയായി പൊരുത്തപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ശരിയായ ജോഡി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതിയിലാണോ? ആണെങ്കിൽ അതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. എന്നാൽ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ശരിയായിട്ടുള്ളതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏതാണ്? ജോഗ് വെള്ളച്ചാട്ടം ശരാവതിയാണ്. അടുത്തത് ഹൊഗനക്കൽ കാവേരിയാണ്. ദെൻ ശിവസമുദ്രം കൃഷ്ണ എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷെ കൃഷ്ണയല്ല. ഏതാണ് വരുന്നത്? ശിവസമുദ്രം വരുന്നത് കാവേരിയിലാണ്. ദെൻ ദൂദ്സാഗർ വരുന്നത് മണ്ഡോവിയിലാണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? കാവേരി ഉണ്ട്, മണ്ഡോവി ഉണ്ട്, ദെൻ ശരാവതി ഉണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോ ഏതാണ് ആൻസർ വരുന്നത്? എയും ബിയും ഡിയും ശരിയാണ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏത്? ബി ആണ് വരുന്നത്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചത് എന്നാണ്? ഇന്ത്യയില് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചത് എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 1, 2022. ഓപ്ഷൻ ബി 1 സെപ്റ്റംബർ 2022. ഓഗസ്റ്റ് 1, 2022. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി 2022 ജൂലൈ 1. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചത് ഓപ്ഷൻ ഡി ആണ്. 2022 ജൂലൈ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എത്തി. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ, ഏണസ്റ്റ് റദർഫോർഡ്, ജെയിംസ് ചാഡ്വിക്ക്, ഓപ്ഷൻ ഡി ജെ തോംസൺ. ഏതാണ് ശരിയായിട്ടുള്ളത്? ന്യൂട്രോൺ കണ്ടെത്തിയത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജെയിംസ് ചാഡ്വിക്ക് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഖീര വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബഖീര വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ബി ഗുജറാത്ത്, സി ഹരിയാന,
ഡി ത്രിപുര. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നിന്ന് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ തമ്മിൽ പൊരുത്തപ്പെടുത്തുക. ലിസ്റ്റ് 1 കരാറ്, ദെൻ ലിസ്റ്റ് 2 ഒപ്പിട്ടവർ ആരൊക്കെ എന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഇത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് ഓർഡർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. ഒന്നാമത്തത് ഏതാണ്? സിംല കരാറാണ്. അപ്പൊ സിംല കരാർ അറിയാന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയാം. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും കൂടിയുള്ളതാണ് ഏത്? സിംല കരാറ്. അടുത്തത് പഞ്ചശീല കരാറ്. പഞ്ചശീല കരാർ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും കൂടി ചേർന്നിട്ടാണ് ഏത്? ചൗവൻലായും കൂടി ചേർന്നിട്ടാണ് പഞ്ചശീല കരാറ്. അടുത്തത് താഷ്കന്റ് കരാറ്. താഷ്കന്റ് കരാറാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വെച്ച് മരണപ്പെട്ടത്. അപ്പൊ താഷ്കന്റ് കരാർ ആരൊക്കെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും കൂടിയാണ് താഷ്കന്റ് കരാറ്. അപ്പോ ഏതൊക്കെയാണ് വരുന്നത്? എ 2 വരും, ബി 3 വരും, സി 1 വരും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, എ 2, ബി 3, സി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥലം കണ്ടെത്തിയത് ചെമ്പൻ കൊലുമ്പനാണ്. അടുത്ത പ്രസ്താവന, ചെറുതോണിനടുത്ത് വെള്ളപ്പാറയിൽ ചെമ്പൻ കൊലുമ്പൻ സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇടുക്കി അണക്കെട്ടിന്റെ സ്ഥലം കണ്ടെത്തിയത് ചെമ്പൻ കൊലുമ്പനാണ്. ചെറുതോണിക്കടുത്ത് വെള്ളപ്പാറയിൽ ചെമ്പൻ കൊലുമ്പൻ സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ് ഓപ്ഷൻ എ പാട്ടബാക്കി, ഓപ്ഷൻ ബി അരനാഴിക നേരം, സി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, ഡി പാറപ്പുറം. ഏതാണ്? ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ് പാറപ്പുറം. ഏതാണ്? പാറപ്പുറം. താഴെ പറയുന്നവയിൽ ഏതാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പൂരമാണ് ഏത്? തൃശൂർ പൂരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂരമാണ് തൃശൂർ പൂരം. തൃശൂർ പൂരത്തെ ആസ്പദമാക്കിയാണ് ദ സൗണ്ട് സ്റ്റോറി എന്ന ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഉപചാരം ചൊല്ലി പിരിയൽ എന്ന ചടങ്ങോടെ ഇത് അവസാനിക്കുന്നു. ഇതിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഏതാണ്? അപ്പൊ പ്രസ്താവനകൾ നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നുള്ള പൂരമല്ല തൃശൂർ പൂരം. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂരമാണ് ഏത്? തൃശൂർ പൂരം. തൃശൂർ പൂരത്തെ ആസ്പദമാക്കിയാണ് ഏതുണ്ടാക്കിയിരിക്കുന്നത്? ദ സൗണ്ട് സ്റ്റോറി എന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ദെൻ അടുത്തത്, ഉപചാരം ചൊല്ലി പിരിയൽ എന്ന ചടങ്ങോടെയാണ് തൃശൂർ പൂരം അവസാനിക്കുന്നത്. അപ്പോ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ്, മദർ തെരേസ വിമൺസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മദർ തെരേസ വിമൺസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ വിജയവാഡ, ബി കൊടൈക്കനാല്, സി കൊൽക്കത്ത, ഡി ഹൈദരാബാദ്. എവിടെയാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. കൊടൈക്കനാലിലാണ് സ്ഥിതി ചെയ്യുന്നത് മദർ തെരേസ വിമൺസ് യൂണിവേഴ്സിറ്റി. ദെൻ തോൽ വിറക് സമരത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഒന്നാമത്തത്, പണിമുടക്ക് നടന്ന വർഷം 1932 ആയിരുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1932 പണിമുടക്ക് നടന്നത്. സമരനായിക കാർത്യായനി അമ്മയാണ്. ചീമേനിയിലാണ് സമരം നടന്നത്. ഇതിനകത്ത് തോൽ വിറക് സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്. അതായത് ശരിയല്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ 1 ഉത്തരം. പണിമുടക്ക് നടന്ന വർഷം എന്തല്ല? 1932 അല്ല. പിന്നെ ഏത് വർഷമാണ്? വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. കാരണം അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ 1932 ഏത് നടന്നത്? തോൽ വിറക് സമരം നടന്നത്. പിന്നെ ഏത് വർഷം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻസർ വരുന്നത് സോ ഒന്നാമത്തതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ദെൻ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ചേരിചാര എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, വി കെ കൃഷ്ണമേനോൻ, ഗമാൽ അബ്ദുൾ നാസർ ഹുസൈൻ,
ജോസഫ് ബ്രോസ് ടിറ്റോ. ആരാണ് ഉപയോഗിച്ചത്? ഓപ്ഷൻ ബി ആണ് VK കൃഷ്ണമേനോനാണ് ചേരിചേര എന്ന വാക്ക് ഉപയോഗിച്ചത്. അടുത്തത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനെ സംബന്ധിച്ച്, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് ഏത്? നാറ്റോ. ഇതുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദ്യം. ഓക്കെ, നോക്കാം. ഒന്നാമത്തേത് 1949 ഏപ്രിൽ 4 രൂപീകരിച്ചു. കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു നാറ്റോ എന്ന് പറയുന്നത്. സോ പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന 1949 ഏപ്രിൽ 4 രൂപീകരിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. ഇതിന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അത് രണ്ടാമത്തെ പ്രസ്താവന, അതും ശരിയാണ്. ഇതിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 30 അതും ശരിയായ പ്രസ്താവനയാണ്. സോ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ എല്ലാമാണ്. അപ്പൊ പഠിച്ചു വയ്ക്കുക. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. 30 അംഗരാജ്യങ്ങളുണ്ട്. ഇത് ഫോം ചെയ്തത് 1949 ഏപ്രിൽ 4 ഓക്കെ. അടുത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കണ്ടുപിടുത്തം തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ കണ്ടുപിടുത്തം? ഓപ്ഷൻ എ ബൈഫോക്കൽ ലെൻസ്, ബി മിന്നൽ ചാലകം, സി എ ആൻഡ് ബി, ദെൻ ഡി നൺ ഓഫ് ദിസ്. ഏതാണ് ആൻസർ? ബൈഫോക്കൽ ലെൻസും മിന്നൽ ചാലകവും കണ്ടെത്തിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എ ആൻഡ് ബി ആണ് ഉത്തരം. ഓക്കെ. അടുത്തത് ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഒന്ന് BM മലബാറി, ബി രാജാറാം മോഹൻ റോയി, സി EV രാമസ്വാമി നായ്ക്കർ, ഡി ജയപ്രകാശ് നാരായൺ. ആരാണ് ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ്. EV രാമസ്വാമി നായ്ക്കർ ആണ് ആത്മാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത്. ദെൻ പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്ന്, കേരളത്തിലെ ലിങ്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, കേരളത്തിലെ ലിങ്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ശരിയായ പ്രസ്താവനയാണ്. പണ്ഡിറ്റ് KP കറുപ്പനെ എന്തെന്നാണ് അറിയപ്പെട്ടത്? കേരള ലിങ്കൺ എന്നാണ് അറിയപ്പെട്ടത്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടോ? യെസ്, ചെയ്യപ്പെട്ടു. ദെൻ അദ്ദേഹം കല്യാണദായിനി സഭ സ്ഥാപിച്ചു. ശരിയാണ്. ജാതി നിർണയം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് കൃതിയാണ് ജാതി നിർണയം. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളതിൽ പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ഒന്ന്, കേരളത്തിലെ ലിങ്കൺ ആണ്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കല്യാണദായിനി സഭ സ്ഥാപിച്ചു. സോ 1, 2, 4, 3 എന്നിവയാണ് ശരിയായ പ്രസ്താവന. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് ഉൾപ്പെടുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ഏതൊക്കെയാണ്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ഒന്നാമത്തത് തന്നിട്ടുണ്ട്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇത്രയും പേര് ചേർന്നിട്ടാണോ പ്രസിഡന്റ്? ഇതിൽ ആരൊക്കെ ചേർന്നിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടി ചേർന്നിട്ടാണ് ഏത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 25 ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം എഴുതാം. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പറയുക. ഞാൻ കമന്റ് ചെയ്ത് തോൽവിറക് സമരം എന്ന് നടന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻസ് ഇനി എങ്ങനെ മാറണം എന്നതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.